പടം പടം ഒന്നുകൂടെ ഇത് ചെയ്യട്ടെ. ഫസ്റ്റ് പാർട്ടാണ് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് പാർട്ട് ഇതിൽ നിന്നും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ പ്രതീക്ഷ അത്രയും വന്നില്ല. പക്ഷേ അവർ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നന്നായി ചെയ്യാമായിരുന്നു. വധിച്ചു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഫസ്റ്റ് കണ്ട് ആ പ്രതീക്ഷയിൽ നമ്മൾ സെക്കൻഡ് വന്ന ഡിസപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ തേർഡ് കുറച്ചുകൂടി ബെറ്റർ ആക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പാട്ടുകളൊന്നും കൊള്ളത്തില്ല. അത് ഫസ്റ്റിലെ പാട്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്, പാട്ടുകളൊന്നും കൊള്ളത്തില്ല. പിന്നെ അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടത്, ദ ചേഞ്ച് ഷുഡ് സ്റ്റാർട്ട് ഫ്രം എവറി വൺസ് ഹോം. ആ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അല്ലാതെ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ 3ന്റെ ട്രെയിലർ ട്രെയിലർ കാണിച്ചത് കൊള്ളാം, വി നോ വാട്ട്സ് കമ്മിങ് എന്നുള്ള രീതിയിൽ. പക്ഷേ ട്രെയിലർ കണ്ട് നമ്മൾ അങ്ങനെ വാവ് മൊമെന്റ് ഒന്നുമില്ല. ക്യാരക്ടറാണ്. ഇഷ്ടപ്പെട്ടു. വിഷ്വലൊക്കെ കൊള്ളാം, പടം നോക്കാൻ കൊള്ളാം. തേർഡ് പാർട്ട് ഇന്നും ബെറ്റർ ആയിട്ടിരിക്കും. നെഗറ്റീവ് കുറച്ച് സ്ലോ ഉണ്ട്, ലാഗൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫിനിഷിംഗ് ഒക്കെ അടിപൊളി. ഒരു തരത്തിലും തൃപ്തി വന്നിട്ടില്ല. കാരണം ഇന്ത്യൻ ഫസ്റ്റിലെ ആ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടറിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇമോഷണലി കണക്റ്റ് ആകുന്ന ഒന്നും തന്നെ സിനിമയിലില്ല. കുറേ ടെക്നിക്കലായിട്ട് കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ടെന്നല്ലാതെ മറ്റു തന്നെ അഴിമതിക്കെതിരായിട്ട് പോരാടുന്നൊരു കഥാപാത്രം. ശങ്കറിൻ്റെ മിക്ക മൂവീസും അത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് യാതൊരു തരത്തിലൊരു തൃപ്തിയല്ല. കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു സിനിമയാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോറിയെല്ലാം ബെലോ ആവറേജിൽ താഴെയാണ്, പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. കാര്യമുണ്ട്, കാരണം ഒരു തരത്തിലും തൃപ്തി വന്നിട്ടില്ല. കാരണം ഒരുപാട് നല്ല ഗംഭീര സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒന്നുമല്ല. ശങ്കറിൻ്റെ ഏറ്റവും വേസ്റ്റ് മൂവി ആയിട്ടാണ് തോന്നിയത്. ട്രെയിലറുള്ള അത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് ആകെ ഒരു രോമാഞ്ചം ഉണ്ടായത് അതിൻ്റെ ട്രെയിലർ കാണിച്ചപ്പോഴാണ്. അല്ല, അതെ, അത് ഫ്ലാഷ് ബാക്കാണ്, സ്വാതന്ത്ര്യ സമരത്തിനെ ബേസ് ചെയ്താണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളതാണ് ഈ 2-ൽ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യാത്തത്. മറ്റേത് സ്വാതന്ത്ര്യ സമരത്തിനെ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ല, മേക്കപ്പ് എല്ലാം വളരെ ദുരന്തമാണ്. ശരിക്കും ഒരു ഫാൻസി ഡ്രസ്സ് തന്നെ. ഇല്ല, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. യാതൊരു ഫീലിങ്സും ഇല്ല, ചുമ്മാ കട്ടിറങ്ങിയെന്നേ ഉള്ളൂ. ഇന്ത്യൻ അല്ലേ, നല്ല ഒരു വെറൈറ്റി ഫിലിം. എൻ്റെ അടുത്ത പാർട്ടുണ്ട്, പക്ഷേ നല്ല വെറൈറ്റി ഇതായിട്ട് തന്നെയാണ്. പക്ഷേ കുറേ നെഗറ്റീവ് തോട്ട്സും അതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് പാർട്ട് ചിലപ്പം ഇതിനേക്കായി നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നുണ്ട്. റോമാഞ്ചം ഒന്നുമില്ല, പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ക്യാരക്ടർ. മുമ്പത്തെ അത് തന്നെ, എന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ. നല്ല പടമാണ്, നല്ല ഹാപ്പി, നല്ല പടം, സൂപ്പർ സൂപ്പർ, അടിപൊളി. നല്ല ഇറങ്ങി കൂടെ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഓടുമ്പോൾ നമ്മൾ ഓടും അതിന്റെ കൂടെ, അത്രേ ഉള്ളൂ. അതൊന്നുമില്ല, ചുമ്മാ വെറുതെ. വയസ്സുള്ള താത്ത ശരിക്കും ഇഷ്ടപ്പെട്ടു. കമ്പയർ ടു എന്ന് ഫസ്റ്റ് നോക്കുമ്പോൾ അതിനെ താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. പറ്റുന്നില്ല, ഒരു തരത്തിലും പറ്റുന്നില്ല. ഇല്ല. താങ്ക് യു.